സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനുരാധ എഴുതിയ സ്വയം, അദ്ധ്യായം 19. വിവാഹ ദിവസവും പുലർന്നു. വെളുപ്പിന് തന്നെ ഉമയും പത്മാവതി അമ്മയും ക്ഷേത്രത്തിൽ പോയി തൊഴുതു വന്നു. അപ്പോഴേക്കും ഉമ്മറത്ത് തയ്യാറാക്കിയിരുന്ന പന്തലിൽ അതിഥികളെത്താൻ തുടങ്ങിയിരുന്നു. ഏതാനും അടുത്ത ബന്ധുക്കൾ തലേന്ന് തന്നെ എത്തിയിരുന്നു. എങ്ങും തിരക്ക്, ഉത്സാഹം, സന്തോഷം. അച്ഛനമ്മമാരുടെയും കൃഷ്ണേട്ടൻ്റെയും മുന്നിൽ ദക്ഷിണ വെച്ച് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങി ഉമ അകത്തെ മുറിയിലെ സ്വകാര്യതയിലേക്ക് വലിഞ്ഞു. പന്തലിലെ ശബ്ദഘോഷങ്ങൾക്ക് ചെവിയോർക്കവേ ഏതോ നഷ്ടബോധത്തിൻ്റെ പിടിയിൽ അമരുകയായിരുന്നു മനസ്സ്. വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് മടങ്ങേണ്ടതില്ല. നേരെ വിശ്വനാഥൻ്റെ വീട്ടിലേക്കാണ് യാത്ര. അതോടെ തൻ്റെ ജീവിതം മറ്റൊരു വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് പറിച്ചു നടുകയായി. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതാണിനി തൻ്റെ ലോകം. ഇതുവരെ തനിക്ക് അഭയം നൽകിയിരുന്ന ഈ വീടിനെയും പ്രിയമുള്ളവരെയും പിരിഞ്ഞു പോകേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ ഹൃദയം വിങ്ങുന്നു. നളിനിയെടുത്തിയോ തുളസിയോ അടുത്തുണ്ടായിരുന്നെങ്കിൽ അല്പം ആശ്വാസമായേനെ. നളിനിയെടുത്തി രാവിലെ മുതൽ ഓടിപ്പാഞ്ഞു നടക്കുകയാണ്. അതിഥികളെയൊക്കെ വേണ്ട പോലെ സൽക്കരിച്ചില്ലെന്ന പരാതി വരാൻ പാടില്ലല്ലോ. വാക്കു പറഞ്ഞിരുന്നതുപോലെ തുളസി ഇന്നലെ തന്നെ എത്തി. രാത്രിയിൽ തങ്ങാൻ മറ്റൊരു സ്നേഹിതയുടെ വീട്ടിൽ സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾ ഇന്നലെ സന്ധ്യയായപ്പോൾ പോയി. എന്താ ഇവിടെ ഇങ്ങനെ ഉണ്ടാതിരിക്കുന്നത്? നളിനിയെടുത്തി ചോദിച്ചു. കയ്യിലൊരു ഗ്ലാസ്. കല്യാണം കഴിയണത് വരെ മണവാട്ടി ഒന്നും കഴിച്ചുകൂടാന്ന വിശ്വാസം. എങ്കിലും സാരല്ല, ഈ കാപ്പി കുടിച്ചോളൂ. കല്യാണം കഴിഞ്ഞ് ഊണ് കിട്ടുമ്പോൾ വൈകും. നളിനിയെടുത്തി കാപ്പി ഗ്ലാസ് നീട്ടി. അത് കയ്യിൽ വാങ്ങിയെങ്കിലും കുടിക്കാൻ തോന്നിയില്ല. വിശപ്പും ദാഹവുമൊക്കെ നഷ്ടമായ അവസ്ഥയിലാണിപ്പോൾ. നളിനിയെടുത്തിയുടെ നിർബന്ധം സഹിക്കവയ്യാതായപ്പോൾ കാപ്പി എങ്ങനെയൊക്കെയോ അകത്താക്കി. അപ്പോഴേക്കും തുളസി വന്നു. കയ്യിലെ ബാഗ് ഒരു മൂലയിൽ ഒതുക്കി വെച്ച് അവൾ അരികിലിരുന്നു. മുഖത്തേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് തുളസിയുടെ കമൻറ്റ്, എന്തു പറ്റി? ഇന്നലെ കണ്ട ആളല്ലല്ലോ ഇത്. ഒന്ന് പുഞ്ചിരിക്കാനുള്ള ശ്രമം പോലും പരാജയപ്പെടുന്നു. നളിനിയെടുത്തിയുടെ മുഖത്തും ഒരു നിമിഷത്തേക്ക് നിഴൽ പരന്നുവോ? തുളസി വരൂ, ഉപ്പുമാവും കാപ്പിയും തയ്യാറാക്കിയിട്ടുണ്ട്. നളിനിയെടുത്തി ക്ഷണിച്ചു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ചേച്ചി വന്നത്, തുളസി പറഞ്ഞു. കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ഒരുങ്ങാൻ തുടങ്ങണം. ഞാൻ അപ്പോഴേക്കും വരാം. നളിനിയെടുത്തി ഒഴിഞ്ഞ ഗ്ലാസും എടുത്ത് തിരിച്ചുപോയി. എന്താ നിന്റെ മുഖം വാടിയത്? എന്തെങ്കിലും പ്രശ്നം? തുളസിയുടെ സ്വരത്തിൽ ആകാംക്ഷ. പുതിയ ബന്ധങ്ങൾ, അന്തരീക്ഷം ഓർക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനക്കേട്. കൊള്ളാം, അതാണോ കാര്യം? വിശ്വമില്ലേ നിന്റെ തുണയ്ക്ക്? പിന്നെന്തിനാ വേവലാതിപ്പെടുന്നത്? എന്നിട്ടും ഉമ്മയുടെ മുഖം തെളിയുന്നത് കാണഞ്ഞപ്പോൾ തുളസി വീണ്ടും വാചാലിയായി. ഒരു പൈസ സ്ത്രീധനം വാങ്ങാതെ നിന്നെ വിവാഹം ചെയ്യാൻ വിശ്വം അച്ഛനമ്മമാരുടെ സമ്മതം വാങ്ങിയില്ലേ? ആഭരണങ്ങൾ നിനക്കിങ്ങോട്ട് സമ്മാനിച്ചില്ലേ അവർ? അത്രയൊക്കെ ചെയ്യാനുള്ള സന്മനസ് കാട്ടിയവർ നിന്നെ ദ്രോഹിക്കില്ല, അതെനിക്കുറപ്പ്. എങ്കിലും ഒരെങ്കിലും ഇല്ല. ഇങ്ങനെ വീർത്ത് കെട്ടിയ മുഖവുമായി മണവാട്ടിപ്പന്തലിൽ ഇറങ്ങിയാൽ കാണാൻ നല്ല ശീലമായിരിക്കും. പിന്നെ ഒരു സന്തോഷ വാർത്ത, വരൻ്റെ പാർട്ടി എത്തിക്കഴിഞ്ഞു. അത് നീ എങ്ങനെ അറിഞ്ഞു? അറിയാതെ ചോദിച്ചു പോയി. അങ്ങനെ വഴിക്ക് വാ, ഇങ്ങോട്ട് വരും വഴി പറഞ്ഞു കേട്ടതാ. കുറച്ചു കഴിഞ്ഞപ്പോൾ നളിനിയെടുത്തി വീണ്ടും എത്തി. കല്യാണത്തിന് പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു അവർ. ലളിതമായ വേഷം, വളരെ ധൃതിയിൽ ഒരുങ്ങിയതിൻ്റെ ലക്ഷണവുമുണ്ട്. കയ്യിൽ വിശ്വത്തിൻ്റെ വീട്ടുകാർ സമ്മാനിച്ച ആഭരണത്തിൻ്റെ പെട്ടി, കൂടാതെ അല്പം വലിയൊരു പൊതിയും. അതിൽ നിന്നും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അവിടെ എങ്ങും പരന്നു. എൻ്റെ അമ്മയും അനിയത്തിയും വന്നു. സുമോളെ ഇനി അവർ നോക്കിക്കോളും. നളിനിയെടുത്തിയുടെ സ്വരത്തിൽ ആശ്വാസം. കുറച്ചു ദിവസമായി നളിനിയെടുത്തിക്ക് ഒട്ടും വിശ്രമമില്ല. അമ്മയാണെങ്കിൽ തൊട്ടതിനൊക്കെ നളിനിയെടുത്തിയെ സഹായത്തിന് വിളിക്കും. ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ കുറേ ചുമതലകൾ ചേച്ചി ഏറ്റെടുക്കുമായിരുന്നു. എല്ലാവരേക്കാളും ഉത്സാഹം ചേച്ചിക്കാകുമായിരുന്നു. പാവം, വലിയ പ്രതീക്ഷകളൊന്നുമില്ലെങ്കിലും ചോദിക്കാനായില്ല. ലത ചേച്ചിയുടെ വിവരം വല്ലതുണ്ടോ നളിനിയെടുത്തി? ഹാളിലേക്ക് നേരിട്ട് വരാമെന്ന് വെച്ചിട്ടുണ്ടാവും, നളിനിയെടുത്തി സമാധാനിപ്പിച്ചു. ആദ്യം തലമുടി കുരുക്ക് കളഞ്ഞ് വൃത്തിയാക്കി ഒന്ന് പിന്നിട്ട് തരാം. 10-നെങ്കിലും ഇവിടെ നിന്നിറങ്ങണം എന്നാണ് അച്ഛൻ പറയുന്നത് കേട്ടത്. നളിനിയെടുത്തി ധൃതി കൂട്ടി. മുടി പിന്നി പൂ ചൂടാൻ തുടങ്ങുമ്പോൾ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം. തുറന്നപ്പോൾ
കമലയിടത്തെയും വാസന്തിയടത്തെയും മുന്നിൽ. അവരുടെ അകത്തേക്ക് കടന്നു നിന്ന് വാതിൽ വീണ്ടും ചാരി. മണവാട്ടി ഒരുങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞോ? വിശ്വത്തിന് നിർബന്ധം. ഉമയെ ഡ്രസ് ചെയ്യിക്കാൻ ഞങ്ങൾ തന്നെ വേണമെന്ന്. മണവാട്ടി നല്ല ഫാഷനബിളായി വേണം. പന്തലിറങ്ങാനെന്ന് പുള്ളിക്കാരനൊരു മോഹം. കയ്യിലിരുന്ന ഹാൻഡ് ബാഗ് തുറന്ന് അതിൽ നിന്നെന്തൊക്കെയോ മേക്കപ്പ് സാധനങ്ങളെടുത്ത് കമലയിടത്തി കട്ടിലിന്മേൽ നിരത്തി വയ്ക്കുന്നത് കണ്ടു. നളിനിയടത്തിയും തുളസിയും അനുകൂല ഭാവത്തിൽ മാറി നിന്നു. ഉടനെ ഏട്ടത്തിമാർ രണ്ടുപേരും ജോലി ആരംഭിച്ചു. മേക്കപ്പ് അണിയിക്കുന്നതിലൊന്നും തീരെ താല്പര്യമില്ലായിരുന്നെങ്കിലും എല്ലാത്തിനും വിധേയയായി നിന്നു കൊടുക്കേണ്ടി വന്നു. മുടിയുടെ പിന്നിൽ അഴിച്ച് മുടി വീണ്ടും ഒരു പ്രത്യേക രീതിയിൽ കോതിയൊതുക്കി. നളിനിയടത്തിക്കും തുളസിക്കും ആ ഹെയർ സ്റ്റൈൽ വളരെ ബോധിച്ചു. മുഖത്ത് എന്തൊക്കെയോ ക്രീം പുരട്ടി, ഐലൈനർ കൊണ്ട് കണ്ണുകൾ എഴുതി, തിളങ്ങുന്ന സ്റ്റിക്കർ പൊട്ടിച്ചും തൊടുവിച്ചു. എല്ലാത്തിനും നളിനിയടത്തെയും തുളസിയുടെയും പ്രോത്സാഹനവും ഉണ്ടായിരുന്നു. മേക്കപ്പ് തന്നെ കൂടുതൽ സുന്ദരിയാക്കിയിരുന്നത് പോലും. എങ്കിലും കണ്ണാടിയുടെ മുന്നിൽ നിന്നപ്പോൾ മറ്റാരുടെയോ പ്രതിച്ഛായയാണ് താൻ കാണുന്നതെന്ന് ഉമയ്ക്ക് തോന്നി. ചുണ്ടിലണിയിക്കാൻ കടുനിറത്തിലുള്ള ലിപ്സ്റ്റിക് എടുക്കുന്നത് കണ്ടപ്പോൾ തടയാതിരിക്കാനായില്ല. വേണ്ട കമലയിടത്തി, എന്നാൽ കടുപ്പം കുറഞ്ഞ കളർ മതിയെന്ന് വയ്ക്കാം. കമലയിടത്തി വിടാൻ ഭാവമില്ല. വിശ്വൻ്റെ ആഗ്രഹം അണുവിട വ്യത്യാസമില്ലാതെ നടപ്പാക്കാനുള്ള ശ്രമത്തിലാണവർ. ബാഗിൽ നിന്നും ഒരു കവറെടുത്ത് തുറന്നുകൊണ്ട് വാസന്തിയടത്തി പറഞ്ഞു, ഇതുകൂടി അങ്ങോട്ട് കാലിലിട്ടോളൂ. ആരെങ്കിലും ചോദിച്ചാൽ സ്വർണമാണെന്നേ പറയാവൂന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വിശ്വം. ഒരു നിമിഷം അന്തിച്ചുപോയി. കഴിഞ്ഞ തവണ ആഭരണങ്ങളുമായി വന്നപ്പോൾ ഏട്ടത്തിമാർ വിശ്വത്തിൻ്റെ പാദസരക്കമ്പത്തെക്കുറിച്ച് പരാമർശിച്ചെങ്കിലും എല്ലാം കളിവാക്കായേ കരുതിയുള്ളൂ. ഇപ്പോഴാണ് അത് കളിയല്ല കാര്യമാണെന്ന് മനസ്സിലായത്. നല്ല ഭംഗിയുണ്ട്, സ്വർണ്ണമല്ലാന്ന് ആരും പറയില്ല. നളിനിയടത്തിയുടെ പ്രശംസ. സൗന്ദര്യാസ്വാദനത്തിനുള്ള മനോനിലയിലായിരുന്നില്ല അപ്പോൾ. വിശ്വത്തെക്കുറിച്ചുള്ള മുൻധാരണകൾ, ചില വെട്ടിത്തെരച്ചിലുകൾ ആവശ്യമാണെന്ന തോന്നൽ മനസ്സിൽ അസ്വാസ്ഥ്യം പടർത്തി. ആഭരണങ്ങളുടെ അരികുകൾ കഴുത്തിൽ അലോസരമുണ്ടാക്കുന്നു. മുഖത്തെ മേക്കപ്പിൻ്റെ പാളികളിൽ വിയർപ്പൊടിയാൻ തുടങ്ങിയിരുന്നു. എന്താണ് മനസ്സിങ്ങനെ ചഞ്ചലമാകുന്നതെന്നറിയില്ല. കമലയിടത്തെയും വാസന്തിയടത്തെയും യാത്ര പറഞ്ഞിറങ്ങിക്കഴിഞ്ഞിരുന്നു. നളിനിയടത്തെയും അവരുടെ പിറകെ മുറിവിട്ട് പോയതോടെ തുളസി മാത്രമായി അരികിൽ. മുഖത്ത് ആവശ്യത്തിലധികം ഇന്ന് തോന്നിയ ചായക്കൂട്ടുകൾ അവളുടെ സഹായത്തോടെ തുടച്ചു മാറ്റി. തൻ്റെ മ്ലാനമായ മുഖം തുളസിയെ ഉത്കണ്ഠാകുലയാക്കിയിരിക്കണം. തൻ്റെ മൗഢ്യം മാറ്റിയെടുക്കാൻ പല തമാശകളും പൊട്ടിക്കുന്നുണ്ടായിരുന്നു അവൾ. ഇടയ്ക്കിടെ ബന്ധുക്കൾ സമ്മാനപ്പൊതികളുമായി അകത്തേക്ക് കടന്നു വന്നു. മണവാട്ടിയുടെ ആഭരണങ്ങൾ പലരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്നുണ്ടായിരുന്നു. പാദസരങ്ങൾ ആരും ശ്രദ്ധിക്കാതിരിക്കണേ എന്നായിരുന്നു പ്രാർത്ഥന. എത്ര പവനാ, എവിടുന്നാ വാങ്ങിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയും? സത്യം വളച്ചൊടിക്കാതിരിക്കാൻ തനിക്ക് വയ്യ. സാരിയുടെ ഞൊറികൾ കണങ്കാലുകൾ മറയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എപ്പോഴും ശ്രദ്ധിച്ചു. മണി 10 ആകാറായി. കല്യാണം നടക്കുന്ന ഹാളിലെത്തിയ ഉടനെ തുളസി എവിടെയോ അപ്രതീക്ഷയായി. അവളെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്നതാണ്. എൻ്റെ പഴയ പരിചയക്കാരാരെങ്കിലും കണ്ടാൽ? വേണ്ട, വിശ്വത്തിനും നിനക്കുമാണതിൻ്റെ കുറച്ചിൽ. അതൊന്നും തനിക്കൊരു പ്രശ്നവുമല്ലെന്ന് പലവട്ടം പറഞ്ഞിട്ടും അവൾ ഏതോ കോണിലേക്ക് പിൻവാങ്ങിക്കഴിഞ്ഞു. ബന്ധുക്കളുടെ ഒരു വലയം പന്തൽ വരെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ഹാളിൽ പകുതിയിലധികം അതിഥികൾ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവർക്കിടയിൽ ഒരു മുഖം തേടി കണ്ണുകൾ ആകാംക്ഷയോടെ അലഞ്ഞു. ഇപ്പോഴെങ്കിലും ചേച്ചി എത്തിയിരുന്നെങ്കിൽ. ബന്ധുക്കളിൽ ആരോ കീഴ്വഴക്കത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. തല കുമ്പിട്ട് നടന്നോളൂ. നോട്ടം പിൻവലിച്ച് പതറുന്ന കാലടികളോടെ മുന്നോട്ട് നടക്കുമ്പോൾ അകലെ ഇരുന്നു കൊണ്ടായാലും തന്നെ അനുഗ്രഹിക്കാൻ ചേച്ചിയോട് മൗനമായി അപേക്ഷിക്കുകയായിരുന്നു മനസ്സ്. അന്തരീക്ഷത്തിൽ നാദസ്വരത്തിൻ്റെ താളക്കൊഴുപ്പ് കൂടി വരുന്നു. നിറപറയുടെയും നിലവിളക്കിൻ്റെയും പിറകിലിരുന്ന് വധുവിൻ്റെ പാർട്ടിക്കാരുടെ ആഗമനം കൗതുകപൂർവ്വം വീക്ഷിക്കുന്നു വിശ്വം. തീക്ഷ്ണങ്ങളായ കണ്ണുകൾ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നു. പന്തലിനരികിൽ നിന്നിരുന്ന പ്രൗഢഗംഭീരനായ ഒരു മനുഷ്യൻ നിർദ്ദേശം നൽകി. വിശ്വത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാൽ തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങിക്കൂ. 2 പേരുടെയും കാൽ തൊട്ട് വണങ്ങി. തുടർന്നുള്ള നിർദ്ദേശങ്ങളും അക്ഷരം പ്രതി അനുസരിച്ചു. വലതുകാൽ വെച്ച് മണ്ഡപത്തിലേക്ക് കയറി. വിശ്വത്തിൻ്റെ ഇടതുവശമുള്ള ഇരിപ്പിടത്തിൽ ഇരുന്നു. പിറകിൽ നിന്നും 2 പേർക്കുമുള്ള നിർദ്ദേശങ്ങൾ നീളുകയാണ്.
കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്ക്, മോതിരവിരൽ നീട്ടിക്കോ, മോതിരം ഇടിയിച്ചോളൂ വിശ്വം, ഇനി തല കെട്ടിക്കോളൂ, തൊഴുത്ത് 2 കൈയും നീട്ടി വിശ്വത്തിൻ്റെ കയ്യിൽ നിന്ന് പുടവ കയ്യിൽ വാങ്ങൂ. കുറച്ചു നേരത്തേക്ക് ചലിക്കുന്ന 2 യന്ത്രപ്പാവകളാണ് താനും വിശ്വവുമെന്ന് തോന്നി. വിശ്വത്തിൻ്റെ കരങ്ങളിൽ തൻ്റെ കൈ പിടിച്ചേൽപ്പിക്കുന്ന അച്ഛൻ്റെ മുഖത്ത് നിസ്സംഗത മാത്രം. അമ്മ കണ്ണീരൊപ്പുന്നു. സദ്യയുണ്ട്. അതിഥികളിൽ ഭൂരിഭാഗവും പിരിഞ്ഞു പോയപ്പോൾ മാത്രമാണ് തുളസി ഏതോ അജ്ഞാതമായ കോണിൽ നിന്ന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. കല്യാണപ്പന്തലിലേക്ക് നീ കടന്നു വരുന്നത് കണ്ടപ്പോൾ ശരിക്കും ഒരു അപ്സരസിനെ പോലെ തോന്നി. ചടങ്ങുകളും ഭംഗിയായി. ഹൃദ്യമായൊന്ന് ചിരിച്ചുകൊണ്ട് ഉമ്മയുടെ കൈ പിടിച്ച് സ്വന്തം വയറിന്മേൽ വെച്ച് അമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു, ദേ കണ്ടോ, സദ്യയുണ്ട്, വയറ് പൊട്ടാറായി. വിശ്വത്തിൻ്റെ ചുറ്റും ഓഫീസിലെ സഹപ്രവർത്തകർ കൂടി നിൽക്കുകയായിരുന്നു. എല്ലാവരും യാത്ര പറഞ്ഞ് പിരിയാൻ തുടങ്ങുന്നു. തുളസിയും വീട്ടിലേക്ക് മടങ്ങാനുള്ള ധൃതിയിലായിരുന്നു. അവളുടെ വീട്ടിലേക്ക് വിശ്വത്തിനെയും കൂട്ടി നേരിൽ ക്ഷണിച്ചിട്ട് പോകാമെന്നോർത്തവൾ കാത്തുനിന്നു. തനിക്കുള്ള ക്ഷണം നേരത്തെ തന്നെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. തുളസിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഉമ്മ 1-2 തവണ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും വിശ്വം അതത്ര ഗൗനിച്ചില്ല. സഹപ്രവർത്തകരുമായി സംഭാഷണം തുടരുകയായിരുന്നു വിശ്വം. അവസാനം തിരക്കൊഴിഞ്ഞ് തുളസിക്ക് സംസാരിക്കാനുള്ള സന്ദർഭം കിട്ടിയതാകട്ടെ വാക്കുകൾക്ക് വളരെ പിശുക്ക് കാണിക്കുന്നുണ്ടെന്ന് തോന്നി. 2 മണിക്കുള്ള ഫാസ്റ്റിന് സമയമായതുകൊണ്ട് തുളസി ഉടനെ മടങ്ങുകയും ചെയ്തു. രാഹുകാലത്തിന് ശേഷമായിരുന്നു വിശ്വത്തിൻ്റെ വീട്ടിലേക്കുള്ള യാത്ര. അച്ഛനും അമ്മയും ഒഴികെ മറ്റെല്ലാവരും വിവാഹത്തിന് എടുത്ത വാടക ബസ്സിൽ വിശ്വത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വിശ്വത്തിൻ്റെ അരികിലെ സീറ്റിലിരുന്നപ്പോൾ ചേച്ചിയെ വീണ്ടും ഓർത്തുപോയി. വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ശിവേട്ടൻ്റെ കൂടെ ചേച്ചി യാത്രയായ രംഗം. അന്നത്തെ ചേച്ചിയുടെ ദീപ്തമായ മുഖം ഇന്നും ഓർമ്മയിലുണ്ട്. തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ചേച്ചി അന്ന് ഭർത്താവിനൊപ്പം ഇറങ്ങിത്തിരിച്ചത്. വിധി കരുതി വച്ചിരിക്കുന്ന അനുഭവങ്ങൾ അതിനും വിരുദ്ധവും. അച്ഛൻ, അമ്മ, കൃഷ്ണേട്ടൻ, നളിനിയേടത്തി, സുമോൾ, ജാനു അമ്മായി എല്ലാവരും കാറിനരികിൽ തന്നെയുണ്ട്. കുറച്ച് ദിവസത്തെ അധ്വാനത്തിൻ്റെ ക്ഷീണം എല്ലാവരുടെയും മുഖത്ത് കാണാം. യാത്രയയപ്പിൻ്റെ ചടങ്ങ് കൂടി കഴിഞ്ഞിട്ട് വേണം അവർക്ക് വീട്ടിലേക്ക് മടങ്ങാൻ. ബന്ധുക്കൾ തമ്മിൽ യാത്രാമൊഴികൾ കൈമാറുകയായി. വിശ്വത്തിൻ്റെ പൊട്ടിച്ചിരി ഇടയ്ക്കിടെ ഉയരുന്നു. ഒന്നും പറയാനില്ലാത്തത് തനിക്ക് മാത്രമാണ്. വാചാലമായ മൗനത്തിൻ്റെ ഘനം പേറുന്ന നിമിഷങ്ങൾ. വേർപാടിൻ്റെ വേദന മനസ്സിനെ ഞെരുക്കുന്നു. അമ്മയുടെ കണ്ണുകളുമായി നോട്ടമിടഞ്ഞപ്പോൾ വീണ്ടും ഒരു പിഞ്ചു പൈതലായി ഒരു നിമിഷം ആ മാറിലെ സ്നേഹഘോഷ്മളതയിൽ പറ്റിച്ചേർന്ന് കിടക്കാനായെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. ഇല്ല, ഇനിയൊന്നിനും സമയമില്ല. ജീവിതയാത്ര പുതിയൊരു പദാവിലെത്തിയപ്പോൾ തുഴക്കം കുറിച്ച് കൊണ്ടെന്ന പോലെ വണ്ടി നീങ്ങിക്കഴിഞ്ഞു. വിശ്വത്തിൻ്റെ കൈ തൻ്റെ കൈവിരലുകളെ താലോലിക്കുവാൻ തുടങ്ങിയപ്പോൾ കൺകോൺ കൊണ്ട് അടുത്തിരുന്ന വിശ്വത്തിൻ്റെ അമ്മയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. അതൊന്നും സാരമാക്കാനില്ലെന്ന് വിശ്വം കണ്ണു ചിമ്മിയെങ്കിലും കൈകൾ മെല്ലെ സ്വതന്ത്രമാക്കി ഒന്നുകൂടി ഒതുങ്ങിയിരുന്നു. വണ്ടിയുടെ വേഗം വർദ്ധിച്ചു കഴിഞ്ഞിരുന്നു. അധ്യായം 20. മഞ്ഞ് പടർന്നു കിടക്കുന്ന കുന്നിൻ പുറങ്ങളിലേക്ക് അലസമായി കണ്ണയച്ചുകൊണ്ട് ഹോട്ടൽ മുറിയിലെ സിറ്റൗട്ടിലിരിക്കുമ്പോൾ ഉമയോർത്തു, വിശ്രമ ദിനങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. മലമുകളിലുള്ള ഈ സുഖവാസ കേന്ദ്രത്തിൽ വന്നിട്ട് 7 നാളുകൾ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കഴിഞ്ഞുപോയത്. ഈ മധുവിധ യാത്രയ്ക്ക് വിശ്വം തുടക്കം കൂട്ടുന്നു കണ്ടപ്പോൾ തന്നെ തനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എന്ത് മനോഹരമായ സ്ഥലം! പകലും രാത്രിയും ഒരുപോലെ ശുഖശീതളമായ അന്തരീക്ഷം, മേഘമാലകൾ അണിഞ്ഞ മലമടക്കുകൾ, ആകാശം തൊടാൻ മത്സരിച്ചിട്ടെന്ന പോലെ തലയുയർത്തി നിൽക്കുന്ന വൻവൃക്ഷങ്ങൾ. കണ്ടിട്ടും കണ്ടിട്ടും മതിവരുന്നില്ല. എങ്കിലും ഇന്ന് തന്നെ മടങ്ങാതെ വയ്യ. വിശ്വത്തിൻ്റെ ലീവ് 2 ദിവസത്തേക്ക് കൂടിയേ ഉള്ളൂ. മറ്റന്നാൾ രാവിലെ വിശ്വം ജോലിക്ക് പോകാൻ തുടങ്ങും. തനിക്കും ജോലി ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് വിശ്വം പറഞ്ഞിരുന്നുവെങ്കിലും വിശദാംശങ്ങൾ ഒന്നും ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. വിവാഹ ദിവസം അക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു കൂടുതൽ വിവരങ്ങൾ അറിയാൻ. അന്നു രാത്രി തന്നെ വിശ്വത്തിനോട് അതേക്കുറിച്ച് ആകാംക്ഷയോടെ ചോദിക്കുകയും ചെയ്തു. ഫലമുണ്ടായില്ലെന്ന് മാത്രം. എത്ര തവണ ചോദിച്ചിട്ടും തട്ടിയും മുട്ടിയുമുള്ള മറുപടിയേ കിട്ടിയുള്ളൂ. ഇവിടെ വന്നതിന് ശേഷവും പലതവണ ചോദ്യം ആവർത്തിച്ചു. എങ്കിലും കൂടുതലൊന്നും പറയാൻ വിശ്വം തയ്യാറായില്ല.
ചിലപ്പോൾ പറയും ജോലിക്കാര്യം ശരിയായിട്ടുണ്ടെന്നുള്ള വസ്തുത സത്യമാണ്. ഒരു സസ്പെൻസ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് കൂടുതൽ വിശദീകരിക്കാത്തതെന്നൊക്കെ. കൂടുതൽ നിർബന്ധിച്ചാൽ വിശ്വം പരിഭവിച്ചെന്നു വരും. എന്താ, എന്നെ ഇത്രയ്ക്ക് വിശ്വാസമില്ലേ ഉമ്മയ്ക്ക്? ഇങ്ങനെയുണ്ടോ ഒരു തിടുക്കം? ഇതൊക്കെ ഓർത്ത് തല പുണ്ണാക്കാനല്ല നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. മധുവിധുവിനാണ്. എൻ്റെ വീട്ടിലെ കാര്യം ഓർക്കുമ്പോൾ ഉമ്മ അനാവശ്യമായ ചുമതലകൾ ഏറ്റെടുക്കുകയാണ്. വീട്ടിലെ കാര്യം നോക്കാൻ അവിടെ ഏട്ടനുണ്ട്, അച്ഛനുണ്ട്. കൃഷ്ണേട്ടൻ ലോൺ അടച്ച് തീരുന്നതുവരെ എനിക്ക് കൂടി സഹായിക്കാൻ കഴിഞ്ഞാൽ മതി. ഇതെന്നോട് പലതവണ പറഞ്ഞതാണല്ലോ. വിശ്വത്തിൻ്റെ നിസ്സഹകരണ ഭാവം മനസ്സിലെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു. വിവാഹ നിശ്ചയത്തിന് മുൻപേ തന്നെ തൻ്റെ കുടുംബ പ്രശ്നങ്ങളൊക്കെ വിശ്വത്തിനെ അറിയിച്ചിരുന്നതാണ്. ഓഫീസിൽ പോയി തമ്മിൽ കണ്ട ദിവസം എല്ലാ സഹായങ്ങളും വിശ്വം വാഗ്ദാനം ചെയ്തതുമാണ്. ഒരു വിവാഹത്തിന് പതിവുള്ള പല മാമൂലുകളും ഒഴിവാക്കി തൻ്റെ വീട്ടുകാരുടെ സാമ്പത്തിക ഭാരം ലഘൂകരിച്ചതിൽ തനിക്ക് വിശ്വത്തിനോട് കൃതജ്ഞതയുണ്ട്. പക്ഷേ വിവാഹം കഴിഞ്ഞതോടെ വിശ്വത്തിൻ്റെ പെരുമാറ്റത്തിൽ പ്രകടമായ വ്യത്യാസം കാണുന്നു. അതുതന്നെ ആശങ്കാകുലയാക്കുന്നു. അന്ന് കോളേജിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് തൻ്റെ മുന്നിൽ കടന്നുകൂടിയ ആദർശധീരനായ ചെറുപ്പക്കാരനിൽ നിന്നും വിശ്വം വളരെയേറെ മാറിപ്പോയിരിക്കുന്നു. ഇങ്ങനെ സംശയം തോന്നുവാൻ തക്ക സംഭവങ്ങൾ പലതായിരിക്കുന്നു. വിവാഹ ദിവസം തന്നെയും വിശ്വത്തിനെയും സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കാനും യാത്ര ചോദിക്കാനും വേണ്ടി തുളസി അരികിലെത്തിയ സന്ദർഭം. ഏറെ നേരം അവൾ കാത്തു നിന്നിട്ടും വിശ്വം കണ്ട ഭാവം നടിച്ചില്ല. അത് മനഃപൂർവ്വമായിരുന്നു എന്ന സംശയം അപ്പോഴേ തോന്നി. അല്ലെങ്കിൽ സഹപ്രവർത്തകർ യാത്ര പറഞ്ഞ് പിരിഞ്ഞപ്പോഴെങ്കിലും തുളസിയോട് അല്പം സൗഹൃദപൂർവ്വം പെരുമാറാമായിരുന്നല്ലോ. പാവം തുളസി. അവളുടെ വിശാല മനസ്ഥിതി കൊണ്ടാകാം ആ അവഗണന മനഃപൂർവ്വമായിരുന്നെന്ന് അവൾ സംശയിക്കാതിരുന്നത്. അതേക്കുറിച്ച് രണ്ടുപേരും മാത്രമായ വേളയിൽ എപ്പോഴോ ഉമ ചോദിച്ചു, വിശ്വ എന്താ തുളസിയോട് അങ്ങനെ പെരുമാറിയത്? എങ്ങനെ? ഒരു അപരിചിതോടെന്ന പോലെ അവളോട് പെരുമാറിയത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. അതവളെ വല്ലാതെ വേദനിപ്പിച്ച് കാണും. അത് പിന്നെ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് അധികം പരിചയവും അടുപ്പമൊക്കെ കാണിച്ചാൽ അവർ തെറ്റിദ്ധരിച്ചാലോ? എന്തിന്? തുളസിയുടെ പഴയ തൊഴിൽ എന്തായിരുന്നു എന്ന് അറിയാവുന്നവരാരെങ്കിലും അവരിലുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും? അങ്ങനെ അഴിഞ്ഞാടി നടന്നിരുന്ന ഒരു പെണ്ണിനെ കണ്ടാൽ മാന്യന്മാർക്ക് പരിചയം നടിക്കാനാകുമോ? അങ്ങനെയെങ്കിൽ വിശ്വം ഒരു ദിവസം അവളെ കാണാൻ പോയതോ? അതെനിക്ക് ഉമ്മയെക്കുറിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി. സ്വയം ന്യായീകരിക്കുന്ന മട്ടിലായിരുന്നു വിശ്വത്തിൻ്റെ മറുപടി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്തുപയോഗിക്കാനുള്ള ഒന്നാണ് സൗഹൃദമെന്ന് വിശ്വം കരുതുന്നുണ്ടോ? ചിലപ്പോൾ. ഉമ്മയുടെ മുഖത്ത് രോഷം പടരുന്നത് കണ്ടപ്പോൾ ഇരു കൈകൊണ്ടും അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തണച്ചുകൊണ്ട് അനുനയ സ്വരത്തിൽ വിശ്വം പറഞ്ഞു, ഞാൻ വെറുമൊരു തമാശ പറഞ്ഞതല്ലേ. തുളസിയെ നിന്ദിച്ചതോർത്ത് മനസ്സപ്പോഴും നീറി. അവളുടെ ആതിഥ്യം സ്വീകരിക്കും വരെ കുറ്റബോധത്തിൽ നിന്നും മോചനം നേടാനാവില്ലെന്ന് തോന്നി. തുളസിയുടെ വീട്ടിൽ വിരുന്നിന് പോകുന്ന കാര്യം സൂചിപ്പിച്ചപ്പോഴും വിശ്വം ഒട്ടും താല്പര്യം കാണിച്ചില്ല. തുളസിയെപ്പോലെ പൂർവ്വചരിത്രമുള്ള ഒരു യുവതിയുമായി വലിയ അടുപ്പമൊന്നും വേണ്ട എന്ന ധ്വനിയുമുണ്ടായിരുന്നു വിശ്വൻ്റെ വാക്കുകളിൽ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടല്ലേ അവൾക്ക് ആ തൊഴിൽ ചെയ്യേണ്ടി വന്നത്. പക്ഷേ അവളുടെ മനസ്സും ശരീരവും തുളസി പോലെ പരിശുദ്ധമാണ്. ഉമ്മ കൂട്ടുകാരിക്ക് വേണ്ടി വാദിച്ചു. ഉമ്മ എന്തൊക്കെ പറഞ്ഞാലും സമൂഹം അങ്ങനെയല്ല കരുതുന്നത്. അക്കാരണം കൊണ്ട് തന്നെ നമ്മളെപ്പോലെ അവളെ അടുത്തറിയുന്നവർ അവൾക്ക് കൂടുതൽ സ്നേഹം നൽകുകയല്ലേ വേണ്ടത്. അവളെൻ്റെ ആത്മസുഹൃത്താണ്. ജീവിതാവസാനം വരെ അങ്ങനെയായിരിക്കുകയും ചെയ്യും, ഉമ്മ തുറന്നു പറഞ്ഞു. സംഭാഷണം തുടരാതെ അസഹനീയത നിഴലിക്കുന്ന ഭാവവുമായി വിശ്വം അരികിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് കണ്ടു. മധുവിധി യാത്രയ്ക്ക് പോകും മുമ്പ് വിശ്വം പറയുകയുണ്ടായി, വിവാഹ ജീവിതത്തിൻ്റെ വിജയം നമ്മൾ അന്യോന്യം മനസ്സിലാക്കുന്നതാണ്. അതിനുവേണ്ടി കൂടിയാണ് യാത്ര. പുതിയൊരു താവളത്തിൽ നമ്മൾ രണ്ടുപേരും മാത്രം. മനസ്സും ശരീരവും ഒന്നെന്ന പോലെ നമ്മൾ മടങ്ങുന്നു. ജീവിതം തുടങ്ങുന്നു. പ്രേമസാന്ദ്രമായ 7 നാളുകൾ. രാഗലോലമായ നിമിഷങ്ങളിൽ എത്രയോ വട്ടം വിശ്വം തൻ്റെ കാതിൽ മന്ത്രിച്ചു, നീ എൻ്റെ ഭാഗ്യമാണുമേ, എൻ്റെ ജീവൻ്റെ ജീവൻ. അല്പം കൂടി വാചാലനാകുന്ന സമയങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാവും, ഇത്രയും സൗന്ദര്യം നിനക്ക് മാത്രമായി നൽകിയ ദൈവത്തിന് സ്തുതി. മതി മതി സ്തുതി പാടിയത്, നാണത്തോടെ ഉമ വിലക്കും.
ഹർഷോന്മാദപൂർണമായിരുന്നു ഉമയുടെയും വിശ്വത്തിൻ്റെയും മധുവിധ യാത്രകൾ. സഹവാസ കേന്ദ്രത്തിലെത്തിയ ശേഷം പ്രത്യേകിച്ചും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആനന്ദോന്മാദങ്ങളുടെ പരകോടിയിലെത്തിയതിനാലാകാം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഉല്ലാസവാനായിരുന്നു വിശ്വം. രണ്ടുപേരും കൂടി അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ചുറ്റി നടന്നു. തടാകത്തിൽ ബോട്ട് യാത്രയും ഉദ്യാനത്തിൽ കുതിരസവാരിയും നടത്തി. റെസ്റ്റോറൻറ്റുകളിലെ ഭക്ഷണമേശയ്ക്ക് ഇരുവശവും ഇരുന്ന് കൊച്ചു വർത്താനം പറഞ്ഞു ദാഹവും വിശപ്പും മാറ്റി. ഹോട്ടൽ മുറിയിലെ സ്വകാര്യതയിൽ വികാരം പങ്കുവച്ചുറങ്ങി. ഇന്നിതാ മടങ്ങുവാനുള്ള ദിവസവും പുലർന്നു കഴിഞ്ഞു. ഈ നാളുകളിലൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ആത്മീയ ഐക്യം നേടുവാൻ തങ്ങൾക്ക് കഴിഞ്ഞുവോ? ഒരാത്മപരിശോധന നടത്തുകയായിരുന്നു ഉമ. വിശ്വവുമൊത്തുള്ള നിമിഷങ്ങൾ ഓർമ്മകളുടെ അയവിറക്കവേ എന്തോ ഒരപൂർണതയുടെ തനുത്ത വിഷാദം മനസ്സിനെ പൊതിയുന്ന പോലെ. വിശ്വത്തിൻ്റെ ജീവിത വീക്ഷണവുമായി രമ്യതയിലെത്താൻ തനിക്കാവുന്നില്ല എന്നൊരു തോന്നൽ. താൻ ഇതേവരെ കൈവിടാതിരുന്ന ജീവിത മൂല്യങ്ങൾ പലതും വിശ്വത്തിന് നിസ്സാരങ്ങളും അപ്രധാനങ്ങളുമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ദുഃഖവും ഉത്കണ്ഠയും തോന്നുന്നു. തൻ്റെ വ്യക്തിത്വം വിശ്വത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി ഹോമിക്കപ്പെടുമോ? എങ്കിൽ അതെത്രമാത്രം നിർഭാഗ്യകരമായിരിക്കും. ശിവേട്ടന് നല്ലത് തോന്നിക്കുവാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കണമെന്ന് അമ്മ ലത ചേച്ചിയെ എപ്പോഴും ഉപദേശിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ തനിക്കും അവലംബിക്കാനുള്ള ഏകമാർഗം അത് മാത്രമാണെന്ന് തോന്നി. തൻ്റെയും വിശ്വത്തിൻ്റെയും മനസ്സുകൾ ഒന്നാകാൻ പ്രാർത്ഥിക്കുക, അത് മാത്രമേ വഴിയുള്ളൂ. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം ഉമയെ ചിന്തയിൽ നിന്നുണർത്തി. ബെഡ് കോഫിയുമായി വെയിറ്റർ വന്നിട്ടുണ്ടാകണം. ഉമ എഴുന്നേറ്റ് വാതിൽ തുറന്നു കൊടുത്തു. വെയിറ്റർ ബെഡ് കോഫി മേശപ്പുറത്ത് വെച്ചിട്ട് സ്ഥലം വിട്ടു. വിശ്വം മൂടിപ്പൊതിച്ച് ഗാഢനിദ്രയിലായിരുന്നു. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം വിശ്വത്തിനെ അലോസരപ്പെടുത്തിയിരിക്കണം. കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് വിശ്വം ചോദിച്ചു, താനിന്ന് നേരത്തെ എഴുന്നേറ്റോ? അല്പം മുൻപേ. നമുക്കിന്ന് മടങ്ങാനുള്ളതല്ലേ? പോകുന്നത് ഉച്ചതിരിഞ്ഞല്ലേ? അതിനെന്തിനാ ഇപ്പോഴേ തുടക്കം കൂട്ടുന്നത്? തനിക്ക് വീട്ടിലെത്താൻ ധൃതിയായോ? അതല്ല, എനിക്കിങ്ങനെ കുറച്ചു ദിവസം കൂടി ഇവിടെ കിടക്കാൻ ആഗ്രഹം. പക്ഷേ നശിച്ച ഉദ്യോഗം. മറ്റന്നാൾ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണം. അതുമാത്രമല്ല, ഹോട്ടൽ ബിൽ അത്രയും കൂടും. തനിക്കിപ്പോഴും ചെലവിൻ്റെ കാര്യമേ ഉള്ളൂ. പണം ചിലവാക്കാൻ മടിച്ചിരുന്നെങ്കിൽ ഒരാഴ്ച ഇങ്ങനെ സുഖമായി ഇവിടെ കൂടുവാൻ കഴിയുമായിരുന്നോ? അത് ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ ചിലവിനെപ്പറ്റിയും ഓർമ്മിക്കാതിരിക്കാൻ തനിക്കാവുന്നില്ല. വീട്ടിലെന്നും പണം വലിയൊരു പ്രശ്നമായിരുന്നല്ലോ. ഹോട്ടലിലെ സുഖഭോഗങ്ങളുടെ മധ്യത്തിലിരുന്നു കൊണ്ട് പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള തൻ്റെ വീടിനെക്കുറിച്ചും തൻ്റെ കല്യാണ ചെലവിനെ തുടർന്ന് നിത്യം കഴിക്കാറുള്ള മരുന്ന് പോലും ഉപേക്ഷിക്കേണ്ടി വന്ന അമ്മയെക്കുറിച്ചും ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇതിനൊക്കെയുള്ള പണം വിശ്വം എവിടെ നിന്നുണ്ടാക്കിയെന്നാണ് അറിഞ്ഞുകൂടാത്തതും. തൻ്റെ ആഭരണങ്ങൾക്കും നല്ലൊരു തുക വേണ്ടി വന്നു കാണും. എല്ലാം വിശ്വത്തിൻ്റെ സ്വകാര്യ സമ്പാദ്യത്തിൽ നിന്നാകുമോ? അതോ കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തിരിക്കുമോ? വിശ്വത്തിൻ്റെ അച്ഛൻ കയ്യിൽ നിന്നും എടുത്ത് കൊടുത്തതും ആകാൻ സാധ്യതയുണ്ട്. 1-2 തവണ ഇതേക്കുറിച്ച് വിശ്വത്തിനോട് ചോദിച്ചപ്പോൾ അപ്പം നിന്നാൽ പോരെ, കുഴിയണണോ എന്ന് മറുചോദ്യം ചോദിച്ചു. വിശ്വം ഒഴിഞ്ഞു മാറുകയാണുണ്ടായത്. ഇവിടെ വന്നിരിക്കുക പ്ലീസ്. വിശ്വം തൻ്റെ അരികിലിരിക്കാൻ ക്ഷണിക്കുകയാണ്. അനുസരണഭാവത്തിൽ കട്ടിലിരുന്നു. എൻ്റെ ആഭരണങ്ങൾ, ഈ യാത്ര, ഇതിനൊക്കെയുള്ള പണം വിശ്വം എവിടെ നിന്ന് സംഘടിപ്പിച്ചു? ഹോ, പണത്തിൻ്റെ കണക്കുകൂട്ടൽ കണ്ടൊരു സമയം. പ്രേമവായ്പോടെ ഉമയെ സ്വന്തം ശരീരത്തിലേക്ക് അണച്ചുകൊണ്ട് വിശ്വം കളിയാക്കി. വിശ്വത്തിൻ്റെ വിരിമാറിൽ തല ചായച്ചു കിടക്കുമ്പോഴും വല്ലാത്ത ഏകാന്തതയും അരക്ഷിതബോധവും തന്നെ കീഴ്പ്പെടുത്തുന്നത് പോലെ. വെറുമൊരു മൂഢസ്വർഗത്തിലാണോ താനിപ്പോൾ? അടുത്ത അധ്യായം നാളെ.